മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ അതൃപ്തിയുള്ള നേതാക്കൾ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാക്കുന്നതായി റിപ്പോർട്ട്. ബി.ജെ.പി. നേതാവും മുൻ മന്ത്രിയുമായ ഹർഷവർദ്ധൻ പാട്ടീൽ താൻ ഉടൻ തന്നെ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ.സി.പിയിലേക്ക് മാറുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ബി.ജെ.പി. വിടാനുള്ള തീരുമാനം അനുഭാവികളെ പാട്ടീൽ അറിയിച്ചതായാണ് വിവരം. കഴിഞ്ഞ 2 മാസമായി താൻ ഇന്ദാപൂർ നിയോജക മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ചെന്നും ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അദ്ദേഹം പറയുന്നു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്ന് ജനങ്ങൾ നിർബന്ധിക്കുന്നുണ്ടെന്നും ഹർഷവർദ്ധൻ പാട്ടീൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എൻ.സി.പിയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പൂനെയിൽ ഇന്ദാപൂർ മണ്ഡലത്തിലെ എൻ.സി.പി. എം.എൽ.എ ആയ ദത്താ മാമ ഭാർണയ്ക്കെതിരെ ഹർഷവർദ്ധൻ പാട്ടീൽ മത്സരിച്ചേക്കുമെന്നാണ് വിവരം. നാഷണൽ ഫെഡറേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറിയുടെ ചെയർമാനായ പാട്ടീൽ 4 തവണ ഇന്ദാപൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7 ഇന്ദാപൂരിൽ നടക്കുന്ന റാലിയിൽ അദ്ദേഹം എൻ.സി.പിയിൽ ചേരുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. മുൻ പൂനെ ജില്ലാ പരിഷത്ത് അംഗമായ പാട്ടീലിന്റെ മകൾ അങ്കിത പാട്ടീലും എൻ.സി.പിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ട്. 2019 പാട്ടീൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നത്. മഹായുതിയിൽ നിന്ന് ഇന്ദാപൂരിൽ സീറ്റ് ലഭിക്കുക എൻ.സി.പിക്കായിരിക്കും എന്നാണ് റിപ്പോർട്ട്. ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് പാട്ടീൽ പാർട്ടി വിടുന്നത്. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ ക്ഷേത്രം പണിതയാളും ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ചു. ശ്രീനമോ ഫൗണ്ടേഷന്റെ മായൂർ മുണ്ടയാണ് തിരഞ്ഞെടുപ്പെടുത്തിരിക്കെ പാർട്ടി വിട്ടത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകത ഉണ്ടെന്ന് ആരോപിച്ചാണ് മുണ്ടൈ പാർട്ടി വിട്ടത്. 2021 ഇയാൾ മോദിയുടെ പേരിൽ ക്ഷേത്രം പണിതത്. പാർട്ടിയുടെ എല്ലാ സ്ഥാനമാനങ്ങളും താൻ രാജിവെക്കുകയാണെന്നും തങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനമില്ലെന്നും അദ്ദേഹം രാജിക്കത്തിൽ കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവർക്കും മുണ്ടേ രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട്. ബി.ജെ.പി. നേതാവും മുൻ കോർപ്പറേഷൻ അംഗവുമായ അമൽ ബൽവാക്കറും പ്രസന്ന ജഗ്താബും നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം പാർട്ടിക്കുള്ളിൽ അതൃപ്തി തുടരുന്നതിനിടെ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെത്തും. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലും ബഞ്ചാര വിസ്താര മ്യൂസിയം ഉദ്ഘാടനത്തിലും മോദി ഭാഗമാകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.